പത്തനംതിട്ട വടശ്ശേരിക്കര തെക്കുമലയിൽ ഫാമിലെ പോത്ത് ചത്ത നിലയിൽ കടുവ ആക്രമിച്ചു കൊന്നതാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു. ടാപ്പിംഗിനെത്തിയ തൊഴിലാളികൾ കടുവ ഓടിപ്പോകുന്നത് കണ്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ബിദിൻ എം ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വടശ്ശേരിക്കര പഞ്ചായത്തിലെ 9ാം വാർഡിലുള്ള മുക്കുഴി എന്ന സ്ഥലത്താണ് രാവിലെ ഒരു കടുവയുടെ സാന്നിധ്യം നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുക്കുഴിയിൽ ഒരു ഫാമിൽ നിന്നുള്ള ഒരു പോത്തിനെ രാവിലെ ഈ റബ്ബറും തോട്ടത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ റബ്ബറും തോട്ടത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ ഈ പോത്തിന്റെ പിൻവശത്ത് അതിനെ ഒരു കടുവ അല്ലെങ്കിൽ പുലി പോലെയുള്ള ജീവികൾ ഭക്ഷിക്കുന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് ഉള്ളത്. രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഇത് ആദ്യമായി കണ്ടത്. ആ സമയത്ത് ടാപ്പിംഗ് തൊഴിലാളികൾ ഇവിടേക്ക് എത്തുമ്പോൾ ആ പോത്തിനെ ആക്രമിച്ചിട്ട് പോത്തിനെ വലിച്ചുകൊണ്ട് പോകാൻ കടുവ ശ്രമിക്കുന്നതും തുടർന്ന് കടുവ ഓടിപ്പോകുന്നതും കണ്ടിരുന്നു. വെട്ടാൻ വന്നപ്പോൾ അവർ കടുവ പോത്തിനെ തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അവർ തിരിച്ച് വന്ന് മടങ്ങി പോകാൻ നേരത്തെ ആ ഫാമിലെ ആ ജോലിക്കാരനോട് പറഞ്ഞു, അവനെ വിളിച്ചുണർത്തി അവനോട് പറഞ്ഞു, ഇതുപോലൊക്കെ നിങ്ങളുടെ പോത്തിനെ കണ്ട കടുവ വന്ന് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരമാണ് അവൻ അറിഞ്ഞത്. പിന്നെ അവൻ ഓടി വന്നു. പിന്നെ അവരങ്ങനെ താഴോട്ട് വന്ന വീടുകളിലെല്ലാം പറഞ്ഞ് വിവരങ്ങൾ അറിഞ്ഞാൽ പിന്നെ ജനങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് വന്നു. 2 പശുക്കളെ ഇവിടെ തന്നെ 2 കന്നാലികളെ ചെന്നൈയായിരിക്കും ഭക്ഷിച്ചതിന്റെ ബാക്കി അസ്ഥി കൂടെ ഒക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. ഏതായാലും ഇതാണ് സാഹചര്യം. തണ്ണിത്തോട് നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കടുവയുടെ കാൽപ്പാട് അടക്കമുള്ള അത്തരത്തിലുള്ള സാന്നിധ്യം അല്ലെങ്കിൽ അതുപോലുള്ള തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. കൂടുതൽ മേഖലയിലേക്ക് ജനവാസ മേഖലയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ തന്നെ എടുക്കേണ്ടതുണ്ട്. കടുവ ഈ സാധാരണഗതിയിൽ ഇതേ രീതിയിൽ മൃഗങ്ങളെ ആക്രമിച്ചിട്ട് പോയാൽ അത് ആ സ്ഥലത്ത് ഇട്ടിട്ട് പോയാൽ വീണ്ടും അവിടെ കടുവ എത്തും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ സമാന സാഹചര്യങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിലൊരു സൂചന നൽകുന്നുണ്ട്. മുഖ്യയിൽ നിന്നും പ്രസാദ് ഒടിപ്പുറത്തിനൊപ്പം ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.